ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് പേര് കമന്റിൽ വന്ന് ചോദിച്ചായിരുന്നു ഓവർനൈറ്റ് ഓട്സിന്റെ റെസിപ്പി. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് മേക്ക് ടുഗദർ ഗൈസ്. അപ്പൊ നമ്മൾ റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ഓട്സും എടുക്കാം, വേണമെന്ന് അത്ര എടുക്കാം. ഞാനൊരു 3 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചിയ സീഡ്സ്. അത് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ പാലെടുക്കാം. ഞാനിപ്പം നോർമൽ മിൽക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഓട്സ് മിൽക്കോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ ഒക്കെ എടുക്കാം. എന്നിട്ട് ഇത് നന്നായി നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. അതിനുശേഷം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, പിന്നെ ആൽമണ്ട് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഷുഗർ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നത്. ഇപ്പം ഡേറ്റ്സ്, ആൽമണ്ട്, കുറച്ച് റേസിൻസ്, ഇത്രയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹണി ഇതിൻ്റെ അകത്ത് ഇടാം. ഇനി നമ്മൾ കുറച്ചുകൂടി മിൽക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് ഇതൊന്ന് നല്ല രീതിയിൽ ഒരു 8 hours നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഗൈസ്, അപ്പം നമ്മൾ 8 to 9 hours സോക്ക് ചെയ്ത ഓവർനൈറ്റ് ഓട്സ് ആണിത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സും ചിയ സീഡും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിക്കാം. പഴം, പോമഗ്രനേറ്റ്, അങ്ങനെ ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിനി കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പംകിൻ സീഡോ വാട്ടർമെലനോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിൽ കൂടുതൽ സീഡും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല. ഫ്രൂട്ട്സ് ആഡ് ചെയ്യാത്തവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാം. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് കളർ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പാലിലൊക്കെ ഈ ഒരു കളറാണ് വരുന്നത്. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഹണിയും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഫ്രൂട്ട്സ് മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓൾസോ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ഗൈസ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഓട്സ് എടുക്കാം. ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഓട്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല, നാച്ചുറൽ മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിക്കാം. ചിലർക്ക് മധുരം ഉള്ളതാണ് കുറച്ച് ഇഷ്ടം വരുന്നത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് അടിപൊളിയാണ്. നമുക്ക് വെയിറ്റ് ലോസിന് പെട്ടെന്ന് തന്നെ ചേഞ്ച് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ വീക്സിൽ നമുക്ക് വെയിറ്റിൽ ചേഞ്ച് വരുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.